ഹായ് ഗൈസ്, നമ്മൾ വന്നേക്കുന്നത് പുത്തംകുളത്തുള്ള കാവേരി പാർക്കിലാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു. അപ്പം ഇതാണ് നമ്മളെ പാർക്കിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും ഫോറിനേഴ്സുകളും ഒരുപാട് പേര് വരാറുണ്ട്. അപ്പം അതിനെപ്പറ്റി നമുക്ക് കൂടുതലറിയാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ താരം ഗംഗ. അവിടുത്തെ ഒരേ ഒരു പിടിയാന. അവളാണ് ഇവിടുത്തെ ഒരു മെയിനെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ് ആന. അപ്പോൾ ആനയെക്കുറിച്ച് പറയാൻ നമുക്ക് കുറച്ച് കേട്ടു നോക്കാം. എങ്ങനെയാട്ടോ അതിൻ്റെ ആഹാരം? രാവിലെ അവലുണ്ട്, വൈകുന്നേരം ചോറുണ്ട്, ലേഹ്യമുണ്ട്, പിന്നെ പനയറുണ്ട്. പിന്നെ ഇവിടെ കോഫി ഹൗസിൽ ഇതിനുള്ള വേണ്ട ഫുഡുകളും കാര്യങ്ങളും എല്ലാം മേടിച്ച് കൊടുക്കണം. ആൾക്കാർ വരുന്ന ആൾക്കാർ കണ്ണിമത്തിന് വളരെ ഇഷ്ടത്തെ എല്ലാം മേടിക്കും. ഇഷ്ടങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല, ദേഷ്യമൊന്നുമില്ല. ആരോട് യാതൊരു ആർക്കും നല്ല പുള്ളിക്കാരിയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇല്ല ഇവിടെ പോയാൽ ആരോടും ഒരു ശല്യമില്ല. അപ്പോൾ നമ്മളില്ലെന്ന് പറഞ്ഞാലും അടുത്ത് ചെല്ലുമോ ഉത്സവത്തിനുണ്ട്. ഉത്സവത്തിന് കൊണ്ടുപോകും പറക്കുന്നതിലൊക്കെ കൊണ്ടുപോകും. പറ പൊതുവെ കുറവല്ല. എല്ലാ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞാൽ ശക്തിയുള്ളതാണ്. കഴിഞ്ഞ് പോയില്ലല്ലോ. ശക്തിയുള്ളവരെ ഉത്സവം കഴിഞ്ഞ് പോയില്ലല്ലോ. ഒന്നും ചെയ്തില്ല, അന്ന് ചെയ്തല്ല. അതിങ്ങനെ മണം പിടിച്ചെന്നൊക്കെ. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ പാപ്പാമാരില്ലെന്ന് പറഞ്ഞാൽ അടുത്തിയല്ല ഫുഡ് കൊടുക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ, ഇപ്പം തന്നെ കുസൃതിയാണ്, നല്ല കുസൃതിയാണ്. എല്ലാവർക്കും നല്ല ഫ്രണ്ട്ലിയാണ്. ആരും ഒന്നും ചെയ്യാറുണ്ട്. ആർക്ക് വേണമെങ്കിലും തൊടാം. അങ്ങനെ പേടിപ്പിക്കത്തൊന്നുമില്ല. നല്ല സ്നേഹമാണ്. ഇപ്പം തന്നെ പഴം കൊടുത്തിട്ട് തീർന്നു പോയി, എന്നിട്ട് തുറന്നിരിക്കുമോ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പഴം കൊടുത്തതിൻ്റെ സ്നേഹമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. നല്ല സ്നേഹമാണ് ഗംഗയെന്ന് പറയുന്ന ഈ ഒരു പിടിയാനയ്ക്ക്. അവിടെ വരുന്ന കൂടുതലും ആൾക്കാർക്ക് അറിയാവുന്നതും ഈ ആനയായിരിക്കും. ഒരേ ഒരു പിടിയാനേ ഉള്ളൂ അവിടെ, അത് ഈ ഗംഗയാണ്. വീണ്ടും തുറന്നിരിക്കുക, പഴം കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ചേ മേടിച്ചോളായിരുന്നു. അവിടെ കൊടുക്കുമില്ലേന്ന് അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ കുറച്ചേ മേടിച്ചോളായിരുന്നു. വീണ്ടും തുറന്നിരിക്കുക, പാവം. ഞങ്ങളിൽ ഇല്ലായിരുന്നു, കുറച്ചേ മേടിച്ചോളായിരുന്നു പഴം. അതുകൊണ്ട് വീണ്ടും തുറന്നിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ച് തുമ്പിക്കൈയിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, സമാധാനിക്കാൻ പറഞ്ഞ്. ഫ്രണ്ട്ലി ആണെങ്കിലും ഒന്ന് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അടുത്ത് ഒരാനയുടെ അടുത്ത് ഇങ്ങനെ പോയി ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. പഴം കൊടുക്കാൻ നേരത്തും എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ചാണ് നിന്നത്. പക്ഷേ ആൾ പഞ്ചപാവമാണ്, നല്ല സ്നേഹമാണ്. നമ്മളൊന്നും ചെയ്യത്തില്ല, ആരോടും ഒന്നും ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് വേറെ ആനകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കാണാൻ പോവുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതിനൊക്കെ മദപ്പാടിൽ കെട്ടിയിട്ടിരിക്കുക. 3 എണ്ണത്തിനെ കണ്ട് മദപ്പാടിൽ കെട്ടിയിട്ടേക്കാണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഒരു കൊമ്പൻ മാത്രമേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ലാത്തത്. അങ്ങനെ അതിനെ കാണാൻ പോവുകയാണ്. നല്ല വികൃതിയായിരുന്നു. മൂന്നെണ്ണമല്ല, 2 എണ്ണം നല്ല വികൃതിയായിരുന്നു. നല്ലവണ്ണം ആടി നിൽക്കുകയായിരുന്നു. ഇതിപ്പം ഒരെണ്ണം മാത്രമേ ഉള്ളൂ മദപ്പാടിൽ നിന്നിട്ടും ഒരു വികൃതിയും ഒന്നും കാണിക്കാതെ വെറുതെ നിൽക്കുന്നത്. അത് മോദിയാണ്, പുത്തംകുളം മോദി. അപ്പം ബാക്കി അതിനെക്കുറിച്ച് കേൾക്കാം. ഇതൊക്കെ മദപ്പാടിലിരിക്കുന്ന ഇത് പുത്തംകുളം കേശവനല്ലേ? അതെ, മോദിയാണ്. അർജുന. മദപ്പാടിൽ കെട്ടിയിരിക്കുന്ന 4 ആനയുള്ളല്ലേ? 3 പേര്. അത് മദപ്പാടിലല്ല. അതേതാനാണ്? ഇന്നലെയും പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. ചേച്ചിയുടെ പേരെന്ത്? സുമ. ഇങ്ങോട്ട് ബേർഡ് സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ആനകൾ മാത്രമല്ല ഗൈസ് ഉള്ളത്, കുറേ തരം വെറൈറ്റി ബേഡ്സും കുറേ മൃഗങ്ങളും കൊച്ചു മൃഗങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. നല്ല രസമാണ്. ചെറിയൊരു മൃഗശാലയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇവിടെ താറാവുകളും ഗിനിപ്പന്നിയും കുറേ തത്തകളും വെറൈറ്റി തത്തകളും ഒട്ടകപ്പക്ഷിയും ഒക്കെ ഉണ്ട്.
അപ്പം അതിനെയൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എന്തോ അലങ്കാര കോഴി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമാണ് കാണാൻ. ഇത് രണ്ടും ആ ഒരു സെയിം ഇതിൽ വരുന്നത് തന്നെ, അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കോഴികളെന്ന്. നാട്ടിൽ വേറെ പലതരം കോഴികളുണ്ട്, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നല്ല വെറൈറ്റി കോഴിയാണ്, നല്ല രസമുണ്ട് കാണാൻ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഗിനിപ്പന്നിയെ. അപ്പോൾ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിളിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഭയങ്കര ഗമയെടുത്തിരിക്കുക. നമ്മളെയൊന്നും വലിയ മൈൻഡൊന്നും ഇല്ല, നമ്മളെയൊന്നും വേണ്ട. അവരൊക്കെ ഭയങ്കര താരമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരെണ്ണം ഒളിച്ചിരിക്കുക, ഒരെണ്ണം നമ്മൾ വിളിച്ചിട്ട് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. കണ്ട കണ്ണടച്ച് നമ്മൾ വിളിച്ചപ്പോൾ ഒന്ന് നോക്കി, എന്നിട്ട് പെട്ടെന്ന് കണ്ണടച്ച് കളഞ്ഞ്. നമ്മളെയൊന്നും വേണ്ട അവർക്കൊന്നും. ഇതിപ്പോൾ നമ്മളെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ കൊത്തി നോക്കി, എന്നിട്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങ് പോയി. പിന്നെ അവർ തമ്മിലുള്ള കൊത്തൊക്കെ ആയി. ഇതിപ്പോൾ നമ്മളേലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പരസ്പരം ഉമ്മ വെച്ച് തീർക്കാമെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. ഏറ്റവും വലിയ കുത്തങ്ങൾക്ക് ഏറ്റവും വലിയ ഒട്ട പശു ഇതാ നമ്മുടെ ചോക്ലേറ്റ് വെയിറ്റ് പ്രാവുകൾ. താറാവ് ചോക്ലേറ്റ് വെയിറ്റ് പ്രാവ്. എൻ്റെ കെട്ടിയൻ്റെ വിചാരം എനിക്കിതൊന്നും അറിഞ്ഞുകൂടെന്നാണ്. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ ഇങ്ങനെ വെറും മണ്ടിയായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ആർക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ. ഇത് ഫീമെയില്, അത് മെയിലും അല്ലേ. ഇത് എമു ആണ്. ഇപ്പോൾ കാണുന്നല്ല ഗൈസ്, നേരത്തെ ഉമ്മ വെച്ച രണ്ടെണ്ണമായിരുന്നു എമുകൾ. ഇത് ഫീമെയില്, അത് അപ്പുറത്ത് കിടക്കുന്ന മെയില്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ്. അയ്യോ ആയിരുന്നു, എനിക്കൊന്നും അറിഞ്ഞൂടാ കേട്ടാ. കൊത്തത് ഇല്ലടി, കണ്ടോ എന്തിനാ തിന്നുണ്ടെന്നും പറഞ്ഞാണ് കൊത്തുന്നത്. എങ്ങനെ ഉണ്ടാക്കണം? ഇതൊക്കെ സുഖം തന്നെ. അത് ഇതിനകത്ത് അടച്ചു എന്തിനാ തിന്നുണ്ടെന്നും പറഞ്ഞാണ് കൊത്തുന്നേ. ടർക്കി കോഴികളാണ് ഗൈസ് ഇവിടെ. അലങ്കാര കോഴി, പേരില്ലേ ഇതിന്? അലങ്കാര കോഴിയാണ് ടർക്കി. ഇതാണ് ഗിനിക്കോഴി എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഇഗ്വാന, ഇഗ്വാന എന്ന് പറ. ഇതാണ് ഗൈസ് ഇഗ്വാന. കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഗ്വാന തോണ്ട എടി, മറ്റേ നീ പറയുന്ന സാധനം തോന്നിരിക്കുന്നു. തത്ത ഗൈസ്, കണ്ടോ നിങ്ങൾ? കണ്ടോ കാടക്കോഴി? അത് കാടക്കോഴിയൊന്നുമല്ല ഗൈസ്, ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആനയെ കണ്ടിട്ട് ഒട്ടകപക്ഷി എന്ന് പറഞ്ഞ ആളാണ്. അപ്പോഴാണ് ഇനി ഒരു എന്തോ ഒരു കിളി, ഏതാണെന്നറിയാൻ വയ്യ, അതിനെ കണ്ടിട്ട് കാടക്കോഴി എന്ന് പറയുന്നത്. ഉറങ്ങുന്നു പറ്റൂല, അറിഞ്ഞൂടാ. ഹായ് ഹായ്. അയ്യോ അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നുണ്ടോ? ഹലോ ഗൈസ്, ഇത് കണ്ടോ അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത്? ഒരഹങ്കാരം പിടിച്ച ആട്ടുകുട്ടിയാണോ? അടുത്തതാണ്, എന്തിനാ പേര് എനിക്ക് അറിഞ്ഞൂടാ. കനേഡിയൻ പിഗ്മി. അടിയാണ്. കൊമ്പൊന്നും പറയാം, ഇത്തിരി ഭീകരനാണെന്ന് തോന്നുന്നു. നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഭീകരനാണ്. അടുത്താണ് ഇതാണ് ഗൈസ് ചെമ്മരിയാട്. കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെമ്മരിയാട്? കണ്ടോ ചൊറിയുന്ന പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് മുട്ടനാട്. കണ്ടോ? ഇത് നല്ല ഫ്രണ്ട്ലി ആണെന്ന് വന്ന് നിന്ന് എന്നെ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചവയ്ക്കുന്നുണ്ട്, എൻ്റെ കൈ ചവയ്ക്കുന്നുണ്ട്. കണ്ടോ? സുന്ദരിയാണ് സുന്ദരിയാണ് ഇത് രണ്ടിനും ഒരുമിച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നത്. അതനങ്ങുന്നില്ല. ഏതാടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, നോക്കുന്ന പോലുമില്ല. അതിനെ കെട്ടിയിട്ടേക്കാണ് കാശ്. കണ്ടോ? അടുത്തത് കണ്ട് നാടൻ മുയലുകളാണെന്ന് തോന്നുന്നു. സുന്ദരിയാണ് കാശ്. കുറേ ഉണ്ട്, ഒരു 10 എണ്ണമെങ്കിലും കാണും. റാബിറ്റ് എന്നാണ്
കൊടുത്തേക്കുന്നത് പക്ഷെ കോഴിയാണെന്ന് പറയും. കോഴിയാണ് റാബിറ്റ് അപ്പുറത്തെ കൂട്ടിലാണ്, ഇത് കോഴിയാണ്. ലവ് ബേർഡ്സ് കാണാൻ പക്ഷെ നല്ല ലവ് ബേർഡ്സ് ഒന്നും അല്ല ഗൈസ്, ലവ് ചുമ്മാ ബേർഡ്സ് പറയുന്നതാ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ചുമ്മാ എന്നെ വട്ടാക്കാൻ വേണ്ടി പറയുന്നതാ. കാണത്തില്ല, മറ്റേ ഗ്ലാസ്സിനകത്ത് ഇട്ടേക്കുന്നുണ്ട്. എന്തിനോ ഒരു ആ മറ്റേ കനേഡിയൻ പാരറ്റ്. അപ്പം ഇവിടുത്തെ മൃഗങ്ങളും കോഴികളും പക്ഷികളും ഒക്കെ ഇത് ഇത്രയേ ഉള്ളൂ. അടുത്ത സ്ഥലത്തോട്ട് പോവാം. പോടും. ആ അവിടെ മീനുണ്ടോ? അത് ആനയുടെ കുളിക്കുന്ന സ്ഥലമാണ്. അല്ലല്ല, മീനാണ്. കുളിക്കുന്ന സ്ഥലമാണ്. കണ്ടോ, ഇതാണ് ആന കുളിക്കുന്ന സ്വിമ്മിംഗ് പൂളെന്ന് തോന്നുന്നു. ആന കുളിക്കുന്നല്ലേ, അറിയാൻ വയ്യ ഇത് എന്തുവാണെന്ന്. സത്യത്തിൽ ഇത് ആന കുളിക്കുന്നതാണെന്നാണ് തോന്നുന്നത്, എന്തുവാന്ന് അറിയത്തില്ല. ഇവിടെ നിൽക്കുന്ന ആനകളെല്ലാം മതപ്പാടിൽ നിൽക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് ആദ്യം നിൽക്കുന്നത് പുത്തൻകുളം കേശവൻ, ഇത് വിക്രം, മൂന്നാമത്തത് മോദിയാന. ഇതെല്ലാം മതപ്പാടി നിൽക്കുന്ന ആനകളാണ്, എൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഗായ്സ്. അപ്പോൾ ഇത് നമ്മുടെ ഗംഗയുടെ പുറത്തിരുന്ന് സവാരി ചെയ്യുന്നതാണ്. ഇങ്ങനെ ഗംഗയുടെ പുറത്തിരുന്ന് സവാരിയൊക്കെ ചെയ്യാൻ പറ്റും. മറ്റേ മതപ്പാടി ഇരിക്കുന്ന ആനയുടെ പുറത്ത് കയറാമെന്ന് തോന്നുന്നു, അത് പക്ഷേ മതപ്പാടി ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അതാണിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ പാർക്കിലോട്ട് പോവാം. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണിത്. കാര്യം കൊച്ചുങ്ങളൊക്കെ വന്ന് കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ വന്ന്. ബാ ഇവിടെ നിറങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്റർടൈൻമെന്റ്. ഗായ്സ് അവിടെ അക്വേറിയം പോലെയാണ്, അവിടോട്ട് പക്ഷേ കയറിയില്ല. ഞങ്ങൾ മഴ പെയ്യുന്നതുകൊണ്ട് പോവാൻ ഇറങ്ങിയേക്കുവാ. വീഡിയോ എടുക്കുന്നെങ്കിൽ ഗായ്സ് ഇവിടെ മഴ പെയ്യുന്നു ഗായ്സ്, അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തി പോവുകയാണ്. ടാറ്റ. അപ്പം ഗായ്സ് ഇവിടുത്തെ കാഴ്ചകളപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.